നമസ്കാരം. അപ്പോൾ ഒന്ന് റീച്ചിങ് ഡേ ആണ്, മൺഡേ. മൺഡേയിൽ ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ ഇന്ന് റീച്ചിങ് ന്യൂ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് തിങ്കളാഴ്ച ദിവസത്തെ നമ്മുടെ പ്രയോറിറ്റിയിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പുതിയ കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റികൾ ചെയ്യണം. മാർക്കറ്റിംഗ് ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും ലീഡ്സുകൾ വരിക, പുതിയ കസ്റ്റമേഴ്സ് വരാനുള്ള ലീഡുകളും അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സും വരിക. അപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ആക്ടിവിറ്റികൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഇന്ന് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഏതൊക്കെ ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ഈ ചെയ്യാൻ സാധിക്കുമെന്നൊന്ന് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ എഴുതുക. അതായത് മേ ബി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാം, പുതിയ വാട്സപ്പ് മെസ്സേജുകൾ, കുറേ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം, പുതിയ ആളുകളെ കണക്ട് ചെയ്യാൻ ഫോൺ ചെയ്യാം, ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ ലീഡ് വിളിച്ച് സംസാരിക്കാം, അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സുകൾ, പുതിയ അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും, പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് കാര്യങ്ങളും ഇത് നിങ്ങൾക്ക് ചെയ്യാം. നിർബന്ധമായിട്ടും അത് ചെയ്യണം. ഒരു 25 അല്ലെങ്കിൽ 30 കസ്റ്റമേഴ്സിനെ നമുക്കിന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ഉള്ളൂ. ഞാനിത് എല്ലാ ഇൻഡസ്ട്രിയിലും പറഞ്ഞാൽ, ചില ഇൻഡസ്ട്രികളിൽ 25-30 ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ആവറേജ് നല്ല അത്യാവശ്യം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് മറക്കരുത്, ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ തന്നെ നമ്മളിന്ന് രാവിലെ സംസാരിച്ചു, ടാർഗറ്റിനെ കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എഴുതുക, ഏതൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെന്ന് എഴുതുക. നിർബന്ധമായിട്ടും അത് ചെയ്യുക. ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, വരും. ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല, പക്ഷേ ആക്ടിവിറ്റി നിർബന്ധമായിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ മറക്കണ്ട. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഈ റീച്ചിങ് ഡേ ആണ്, പുതിയ ദിവസമാണ്, കസ്റ്റമേഴ്സിനെ റീച്ച് ചെയ്യേണ്ട ദിവസമാണ്. മറക്കാതെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.